എൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി നിലനിൽക്കുന്നത്. ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ ഏത് പിൻബലമാണ് ഈ ഹിലാൽ കമ്മിറ്റിക്കുള്ളത്? ഈ കമ്മിറ്റിയല്ല ഈ നാശങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മാസമുറപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിയോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പ്രവർത്തന സ്വഹാബത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടോ? താബിഈങ്ങളിലുണ്ടോ? താബിഈങ്ങളിലുണ്ടോ? ലോകത്തെവിടെയെങ്കിലും സ്വീകാര്യോഗ്യമായ ഒരു തെളിവ് ഈ ഹിലാൽ കമ്മിറ്റിയുടെ പേരിൽ പറയാൻ കഴിയും? വഞ്ചിക്കുകയല്ലേ മുസ്ലിം ഉമ്മത്തിനെ? ഇത് തമാശയാ? കോഴിക്കോട് മുഴുവൻ ഇവർ നോട്ടീസ് ഇറക്കി. ഞാൻ വളരെ വിഷമകരമായൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. വളരെ ഗൗരവമായൊരു സംഗതിയാണിത്. മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും സത്യത്തിൽ ചേരികളാക്കി മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണിത്. എൻ്റെ അടിസ്ഥാനമാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും എൻ്റെ അടിസ്ഥാനമാണ് ഈ ഹിലാൽ കമ്മിറ്റിക്കുള്ളത്. ഈ കമ്മിറ്റിയല്ലേ മുസ്ലിം ഉമ്മത്തിനെ ഇക്കോലത്തിൽ നശിപ്പിച്ചിട്ടുള്ളത്? ഈ കമ്മിറ്റിയല്ലേ നാളിതുവരെ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ചോദിച്ച ചോദ്യം വീണ്ടും അടിവരയിടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന വേറെ ഒരു വിഭാഗമുണ്ടല്ലോ ഇവിടെ, തബ്ലീഗ് ജമാഅത്തി എന്ന വേറെയും വിഭാഗമുണ്ടല്ലോ ഇവിടെ. എൻ്റെ ഇവർക്കൊക്കെ ഹിലാൽ കമ്മിറ്റി ഉണ്ടാകാഞ്ഞു? എൻ്റെ അടിസ്ഥാനമാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലത്തിൽ ഏത് അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി നിലനിൽക്കുന്നത്? ഇത് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് മുസ്ലിം ഉമ്മത്ത്, കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ ഹിലാൽ കമ്മിറ്റിയെ ഒഴിവാക്കാതെ, ഇതിനെതിരെ മുസ്ലിം ബഹുജന പ്രസ്ഥാനം ഉണരാതെ മുസ്ലിം ഉമ്മത്തിൽ ഒരിക്കലും ഒരു ഐക്യമുണ്ടാവുക ഒരു നിലക്കും സാധ്യമല്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെയുള്ള സ്വദേശരായ ശ്രോതാക്കൾ വളരെ ഗൗരവമായി ഇക്കാര്യം ചിന്തിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിയിൽ പലരും ശ്രോതാക്കളായി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലനിൽക്കുന്നത്. ഈ കമ്മിറ്റി വന്നതിന് ശേഷം വളരെ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഈ വിഷയത്തിൽ ആഗോള മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാട് തന്നെ ഈ സമൂഹത്തിനെതിരല്ലേ? ഷബാബ് വാരിക അനവധി ദിവസം പരസ്യം കൊടുത്ത ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണിത്. മുജാഹിദ് വിഭാഗത്തിൻ്റെ പ്രഗത്ഭനായ ഒരു നേതാവ്, കേരളത്തിലെ പ്രഗത്ഭനായ മുജാഹിദ് വിഭാഗത്തിന് നിഷേധിക്കാൻ കഴിയാത്ത മുജാഹിദ് വിഭാഗത്തിൻ്റെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണിത്. എന്തിന്? കോഴിക്കോട്ട് നിന്ന് പുറത്തിറങ്ങുന്ന മടവൂരിൻ്റെ ഹുസൈൻ മടവൂർ മൗലവിയുടെ പത്രാധിപത്യത്തിന് കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ വിഭാഗം കൈപ്പിടിയിലൊരുക്കിയിട്ടുള്ള ഷബാബ് വാരിക ആഴ്ചകളോളം പരസ്യം കൊടുത്തിട്ടുള്ള പുസ്തകമാണ്. എന്താ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാടെന്താ? ആഗോള മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാടെന്താ? സഊദി ഔഖാഫിൻ്റെ ഫത്വ വളരെ വ്യക്തമായി ഇടവാ ഫത്വ നമ്പർ 2031 സഊദി ഔഖാഫിനോടുള്ള ചോദ്യം. ഇത് ചിന്തിക്കണം. ഇത് മുസ്ലിം ഉമ്മത്തിനെ ആട്ടിനെ പട്ടിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാവരും തിരിച്ചറിയണം. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇത് തമാശ പറയുകയല്ല. സഊദി ഫത്വ കമ്മിറ്റിയിലേക്ക് 2031 നമ്പർ ഫത്വ ചോദ്യം: ചന്ദ്രമാസാരംഭം നിർണയിക്കാനുള്ള മാർഗം എന്ത്? ഉത്തരം: ഷഅബാൻ 29 മാസപ്പിറവി ദർശിച്ചതായി വിശ്വസ്തനായ ഒരാളോ റമളാൻ 29 മാസപ്പിറവി കണ്ടതായി വിശ്വസ്തരായ ഒന്നിലേറെ പേരോ സാക്ഷ്യം വഹിച്ചാൽ ആ സാക്ഷ്യം പരിഗണിക്കണം എന്ന് പ്രബലമായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സൂര്യാസ്തമനത്തിനു ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ എത്ര സമയം അവശേഷിക്കുമെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് 20 മിനിറ്റോ അതിൽ കൂടുതലോ അതിൽ കുറവോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇത് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ മുജാഹിദ് വിഭാഗത്തിൻ്റെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന അനിഷേധ്യനായ നേതാവും മടവൂർ വിഭാഗം കൈപ്പിടിയിൽ ഒടുക്കിയിട്ടുള്ള ഷബാബ് വാരിക മാസങ്ങളോളം പരസ്യം കൊടുത്തിട്ടുള്ള MI മുഹമ്മദ് അലി സുല്ലമിയുടെ ആധികാരിക പുസ്തകമാണ്. സഊദി ഔഖാഫിൻ്റെ ഫത്വ രേഖപ്പെടുത്തുകയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രൻ എത്ര മിനിറ്റ്, 20 മിനിറ്റോ അതിൽ കൂടുതലോ അതിൽ കുറവോ എന്നൊന്നും പരിഗണിക്കേണ്ടതില്ല. സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ അസ്തമിക്കാനെടുക്കുന്ന സമയം കണക്കാക്കണമെന്ന് ഹദീസുകളിൽ പറയുന്നില്ല. ഇതാണ്
കണക്കുകളിൽ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഇത്ര സമയം ചക്രവാളത്തിൽ ഉണ്ടാകണമെന്ന കണക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. പകരം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ആഗോള മുസ്ലിം ഉമ്മത്തിന്റെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കണക്കുകാർക്ക് കണക്ക് പറയാവുന്നതാണ്. പക്ഷേ ആ കണക്കിനെ മറികടന്നുകൊണ്ട് ഷഹാദത്ത് വരികയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്ന സാക്ഷ്യമല്ലേ ഈ കൊല്ലവും നടന്നിട്ടുള്ളത്? തമാശയാണോ പറഞ്ഞത്? ചന്ദ്രിക, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക പ്രസിദ്ധീകരിച്ച ഉദ്ധരണി ഇവിടെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് വായിച്ചല്ലോ. എന്ത് മറുപടിയാണ്? വളരെ സ്വദേശപരമായി ചോദിക്കട്ടെ, മുജാഹിദ് സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, എന്തു മറുപടിയാണ് ഇത് സംബന്ധമായി പറയാനുള്ളത്? വിചിന്തന വാരിക പറഞ്ഞില്ലേ, ലോകത്ത് ഒരിടത്തും ശനിയാഴ്ച നോമ്പൊന്നാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണക്ക് ആഗോളതലത്തിലുള്ള ചില ആളുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് കൂടിയും അതിനെതിരെ തീരുമാനമെടുത്തില്ല ലോക മുസ്ലിം രാജ്യങ്ങൾ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ പിന്നെ ചില ആളുകൾ ചോദ്യമുണ്ട്, എന്നാൽ എൻ്റെ തെക്കൻ കേരളത്തിൽ ഉണ്ടാകാഞ്ഞു, എന്നാൽ എൻ്റെ വടക്കൻ കേരളത്തിൽ ഉണ്ടാകാഞ്ഞു എന്നാണ്. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുകയാണ്. വളരെ ഗൗരവമായി ആ കാര്യം ചിന്തിക്കണം. എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പെടുക്കാൻ ഏതൊരു കാളിയുടെ കീഴിലാണോ ഒരു സമൂഹമുള്ളത്, ആ കാളി കാര്യത്തെ സ്ഥിരീകരിക്കപ്പെടുകയും ഷഹാദത്തിന്റെ ആളുകൾ ആ കാളിയിലേക്ക് എത്തിച്ചേരുകയും എന്നിട്ട് ആ കാളി കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കാളിക്ക് കീഴിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാണ്. കമ്മിറ്റിക്കല്ല, കാളിക്കാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ സാക്ഷിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട്ട് ഉറപ്പിച്ചില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉറപ്പിച്ചില്ല, അവിടുത്തെ കാളിമാർ ഈ കാര്യം ഉറപ്പിച്ചില്ല എന്ന കാര്യം സ്ഥിരീകരിച്ച് മാസം ഉറപ്പിച്ച കാളിമാരുടെ ഖലാ ദുർബലമാകുമെന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. അടിവരയിട്ട് ഞാൻ ആ കാര്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഉറപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഉറപ്പിച്ചില്ലല്ലോ, കർണാടകത്തിൽ ഉറപ്പിച്ചില്ലല്ലോ, ബംഗ്ലാദേശിൽ ഉറപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്? ഒരു കാളി ഷാഹിദായ ആളെ കാണുകയും അയാളെ ആ കാര്യത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കുകയും ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തതിനു ശേഷം കാളിക്ക് കാര്യത്തെ ബോധ്യപ്പെട്ടപ്പോൾ കാളി മാസമുറപ്പിക്കുകയും ആ അടിസ്ഥാനത്തിൽ ആ കാളിയുടെ കീഴിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാവുകയും ചെയ്തു എന്നത് മറ്റേതെങ്കിലും ഒരു കാളി ഉറപ്പിച്ചില്ല എന്നതിന്റെ പേരിൽ ഉറപ്പിച്ച കാളിയുടെ ഖലാ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഫിഖിന്റെ ഉദ്ധരണി കാണിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? കോഴിക്കോട്ട് പല പത്രങ്ങളുണ്ട്, തോന്നിയതുപോലെ എഴുതാവുന്നതാണ്. നമ്മൾ എഴുതി കൊടുക്കുന്നതൊക്കെ അച്ചുകൂടങ്ങളിൽ അച്ചടിക്കുന്നതുമാണ്. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഏതു ഫിഖഹിന്റെ പിൻബലമാണുള്ളത്? വളരെ വ്യക്തമായി ചിന്തിക്കണം. ഇത് നിസ്സാരമായ കാര്യമാണ്. നേരത്തെ ഹമീദ് ഫൈസി പറഞ്ഞില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് തങ്ങൾ രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഹദീസിലെ ഇത് ലളിതമാണ് സംഗതി, വളരെ ലളിതമായ കാര്യം. ദീൻ യുസ്റാണല്ലോ, എളുപ്പമുള്ള കാര്യമാണല്ലോ. മുസ്തഫ നബിയുടെ അരികിലേക്ക് അറാബിയായ അപരിഷ്കൃതനായ ഗ്രാമീണനായവർ വന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇത് വളരെ ലളിത, ഇത് ഇത്ര വേല സങ്കീർണമാക്കേണ്ട ഒരു പ്രശ്നമേ അല്ല. വളരെ ലാളിത്യത്തോടുകൂടെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോക്കൂ, കാര്യത്തെ നോക്കിക്കാണുന്നത് ഈ അറാബി അപരിഷ്കൃതൻ വന്നിട്ട് നാഗരികതയുടെ ഗുണവിശേഷണങ്ങൾ അറിയാത്ത, അതിൻ്റെ ഒരു കാര്യവും അറിയാത്ത അപരിഷ്കൃതനായ ഒരു ആൾ ഹബീബായ നബിയുടെ അരികിൽ വന്നു. മുസ്തഫ നബിയോട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ ചന്ദ്രമാസപ്പിറവി കണ്ടിട്ടുണ്ട് നബിയേ. ഹിലാൽ റമളാൻ ഫഖാല റസൂലുള്ളാഹി, ഉറക്കെ പറയും, ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിച്ചു. ഇത് സങ്കീർണല്ല, ഇത് വളരെ നിസ്സാരാണ്. ഇതൊരു കമ്മിറ്റി അങ്ങോട്ട് നാശാക്കി കളഞ്ഞതാണ്. ഇത് വളരെ നിസ്സാരമുള്ള ഒരു വിഷയമാണ്. ഒരാൾ വന്നിട്ട് ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ? കാരണം വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. ആ തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹു റസൂലാന്ന് എനിക്ക് വിശ്വാസം ഉണ്ടോ? കാരണം അതുണ്ടെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്താ മനുഷ്യന്മാരെ ഈ പറയുന്നത്? ഇതെന്തിനങ്ങനെ സങ്കീർണാക്കേണ്ട പ്രശ്നം? ഇത് വെറുതെ നാശമുണ്ടാക്കാൻ,
വെറുതെ ഒരു വിഭാഗം ഒരു കാര്യം ഒരു സമൂഹം ഉത്തരവാദിത്വത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ അതിനെതിരെ അനൈക്യമുണ്ടാക്കിയാലല്ലേ ആളാകാൻ പറ്റൂ. അതിനു വേണ്ടിയുള്ള പരിപാടികൾ മാത്രം. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് സങ്കീർണ്ണല്ല പ്രശ്നം. എനിക്കിതിൻ്റെ സങ്കീർണ്ണാക്കണ കാര്യം തന്നെ മനസ്സിലാവണില്ല. ഹബീബായ റസൂലുള്ള ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? നിൻ്റെ വാപ്പാരാ, നിൻ്റെ ഉമ്മാരാ? ഇതൊന്നല്ല